മാസാവസാനം ശമ്പളം വരും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അക്കൗണ്ട് വീണ്ടും ശൂന്യം. ഇങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം? എന്നാൽ ശമ്പളം കുറവായതല്ല പ്രശ്നം, പണം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. ഇന്ന് പറയുന്നത് ഈ 7 നിയമങ്ങൾ പാലിച്ചാൽ ശമ്പളം മാത്രം കൊണ്ട് സമ്പന്നനാകാൻ നിങ്ങൾക്ക് കഴിയും. റൂൾ നമ്പർ 1: ആദ്യം നിങ്ങളെ തന്നെ പേ ചെയ്യുക. ശമ്പളം കിട്ടിയ ഉടൻ ആദ്യം 20% മാറ്റിവെക്കുക. ബാക്കി പണം കൊണ്ട് ചെലവുകൾ നടത്തേണ്ടതാണ്. അവസാനം ബാക്കി വന്നത് സേവ് ചെയ്യരുത്. ആദ്യം സേവ് ചെയ്ത് ശേഷം ബാക്കി ചിലവാക്കുക. റൂൾ നമ്പർ 2: ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കുക. ശമ്പളം കൂടുമ്പോൾ ചെലവ് കൂടരുത്. പുതിയ ഫോൺ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, അനാവശ്യ ചിലവുകൾ എന്നിവ നിയന്ത്രിച്ചാൽ മാത്രമേ സമ്പത്ത് വളർത്താൻ കഴിയുള്ളൂ. റൂൾ നമ്പർ 3: എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുക. സേവ് ചെയ്ത പണം വെറുതെ ബാങ്കിൽ കിടത്തരുത്. മ്യൂച്വൽ ഫണ്ട്, SIP പോലുള്ള ദീർഘകാല നിക്ഷേപങ്ങളിൽ ഓരോ മാസവും ചെറിയ തുകയെങ്കിലും നിക്ഷേപിക്കുക. സമയം നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താകും. റൂൾ നമ്പർ 4: കടം കുറയ്ക്കുക. ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ പോലുള്ള ഉയർന്ന പലിശയുള്ള കടങ്ങൾ കഴിയുന്നതും വേഗം തീർക്കുക. കടം കുറയ്ക്കുന്നത് സമ്പത്ത് കൂട്ടാൻ തുടങ്ങും. റൂൾ നമ്പർ 5: എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. കുറഞ്ഞത് 6 മാസത്തെ ചെലവിന് തുല്യമായ തുക പ്രത്യേകം മാറ്റിവെക്കുക. അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ കടം വാങ്ങേണ്ട അവസ്ഥ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. റൂൾ നമ്പർ 6: വരുമാനം കൂട്ടുക. ശമ്പളം മാത്രം ആശ്രയിക്കരുത്. ഫ്രീലാൻസിംഗ്, യൂട്യൂബ്, പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഒരു ചെറിയ സൈഡ് ഇൻകം കണ്ടെത്താൻ ശ്രദ്ധിക്കുക. റൂൾ നമ്പർ 7: ക്ഷമയും സ്ഥിരതയും പാലിക്കുക. ഒരു രാത്രി കൊണ്ട് ആരും സമ്പന്നനാകില്ല. ചെറിയ തുകകൾ പോലും വർഷങ്ങൾ സ്ഥിരമായി സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ അതിന് വലിയ ഫലം ഉണ്ടാകും. സമ്പന്നനാകാൻ വലിയ ശമ്പളം മാത്രം വേണ്ട, നല്ല സാമ്പത്തിക ശീലമാണ് വേണ്ടത്. ഈ 7 നിയമങ്ങൾ ഇന്ന് മുതൽ പാലിക്കാൻ തുടങ്ങൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ഫിനാൻസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.